ചൈൽഡ് ആർട്ടിസ്റ്റായി മികവ് തെളിയിച്ചിട്ടും പിന്നീട് മലയാള സിനിമയിൽ അവസരം ലഭിക്കാതെ പോയ മുഖങ്ങൾ. തേർഡ് പ്ലേസിൽ ദേവദാസ്. 2007 അതിശയൻ എന്ന സിനിമയിലൂടെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട താരമാണ് ദേവദാസ്. അന്ന് അതിശയൻ ഒരു ഫ്ലോപ്പ് സിനിമയായിരുന്നുവെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾക്കിടയിൽ ഒരു കൾട്ടായി മാറി. എന്നാൽ ദേവദാസിന് പിന്നീട് മലയാള സിനിമകളിൽ അധികം അവസരങ്ങൾ ലഭിക്കാതെ പോയി. സെക്കൻഡ് പ്ലേസിൽ രൂപേഷ് പീതാംബരൻ. 1995 പുറത്തിറങ്ങിയ സ്ഫടികം ലാലേട്ടന്റെ കരിയറിലെ തന്നെ ഒരു ഐക്കോണിക് കഥാപാത്രമാണ്. സിനിമയിൽ ലാലേട്ടന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചത് രൂപേഷ് പീതാംബരനാണ്. തന്റെ ആദ്യ സിനിമയിൽ തന്നെ ഇതുപോലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച മറ്റ് താരങ്ങളില്ല. പിന്നീട് തന്റെ IT പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് പോയ അദ്ദേഹം 2012 തീവ്രം എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച അവസരങ്ങൾ മലയാള സിനിമയിൽ പിന്നീട് ലഭിച്ചിട്ടില്ല. ചോട്ടിൽ എന്തിനാ മാഷ ചോപ്പ് വരച്ചിരിക്കുന്നത്? ക്ലാസ്സിൽ പഠിക്കില്ല. ഫസ്റ്റ് പ്ലേസിൽ അശ്വിൻ മേനോൻ. മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും പല മാസ് പടങ്ങളിലും അവരുടെ ബാല്യകാല വേഷം ചെയ്തിരുന്നത് അശ്വിനായിരുന്നു. ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ജനങ്ങളുടെ കയ്യടി ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. എന്നാൽ പിന്നീട് വലിയ അവസരങ്ങളൊന്നും അദ്ദേഹത്തെ തേടി വന്നില്ല. ഒത്തിരി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും അവസരങ്ങൾ കിട്ടാതെ പോയ നടൻ. അറിയൂല.